പുതിയ കാലചക്രമാണോ എന്ന് ചോദിച്ചാൽ പുതിയ കാലചക്രമാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 2023 ജനുവരി 22 എന്നത് കലണ്ടറിൽ എഴുതിയൊരു തീയതിയല്ല. 24 ക്ഷമിക്കണം, കലണ്ടറിൽ എഴുതിയൊരു തീയതിയല്ല, പുതിയ കാലചക്രത്തിന് തുടക്കമാണ്. അദ്ദേഹം പറഞ്ഞ വേറെ രൂപത്തിലായിരിക്കും, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ രാജ്യം മനസ്സിലാക്കുന്നത്, ഒരു പുതിയ രൂപത്തിലേക്ക്, ഒരു മതരാഷ്ട്രത്തിന് അടിത്തറ പാകിക്കൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഇന്ന് നടന്നത്. രാജ്യത്തിൻ്റെ ആഗ്രഹം സഫലമാക്കി എന്നാണ് ഇന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം രാജ്യം. ആ രാജ്യത്തിലെ ഭൂരിപക്ഷവും ഇത് ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അത് സഫലമാക്കിയെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാചകങ്ങൾ, ഒന്ന്, ഭാരതീയ വിശ്വാസത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണെന്ന് നടന്നിരിക്കുന്നത്. മാനവീയ മൂല്യങ്ങളുടെ പ്രാണപ്രതിഷ്ഠയാണ് നടന്നിട്ടുള്ളത്. ഈ രാമനുമായി ബന്ധപ്പെട്ട് പിന്നെ പറയുന്നത്, രാമൻ അഗ്നിയല്ല ഊർജമാണ്. അതുപോലെ രാമൻ വിവാദമല്ല സമാധാനമാണ്. രാമൻ്റെ പേരിൽ വിവാദമുണ്ടാക്കിയതാരാണ്? സമാധാനക്കേടുണ്ടാക്കിയതാരാണ്? രാമനെ ഇവിടെ ആരും അക്രമകാരിയായി കണ്ടിട്ടില്ല. ആ രൂപത്തിൽ രാമനെ രൂപാന്തരം പ്രാപിച്ച് അമ്പും വില്ലുമായി നിൽക്കുന്ന രാമനായി ചിത്രീകരിക്കുകയും, രാമൻ എപ്പോഴും പരിത്യാഗിയായിട്ടാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ പരിത്യാഗിയായ രാമനെയല്ല നമ്മൾ കാണുന്നത്, പിടിച്ചടക്കുന്ന രാമനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പ്രസംഗിക്കുക, ഒരുതരം ഉന്മാദത്തിൻ്റെ, ഭക്തിയുടെ ഉന്മാദത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. രാമനെ പല രൂപത്തിൽ അവതരിപ്പിച്ചു. രാമൻ എന്തൊക്കെയാണ്? രാജ്യമെന്നാൽ രാമനാണ്, ഇനിയുള്ള രാമരാജ്യമാണ് എന്നവർ ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ നിയമമാണ്. അപ്പോൾ എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? ഈ രാജ്യത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എന്താണ് ഈ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ രാജ്യത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട്, മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആരോടാണ്? ആരെയാണ് അഭിസംബോധന ചെയ്തത്? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയൊരു പുതിയ രാജ്യം എന്ന് പറയുമ്പോൾ, രാമരാജ്യം എന്ന് പറയുമ്പോൾ, അദ്ദേഹം വിഭാവനം ചെയ്യുന്ന രാമരാജ്യം എന്താണ്? പിറകോട്ടുള്ള നടത്തമാണോ? അതോ ഇതുവരെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ കഴിയണമെന്നുള്ളതാണോ? അവിടെ മോഹൻ ഭാഗവത് പറയുന്നു, ഇനി കലഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അതായത് കലഹം നടത്തി നേടാനുള്ള നേടിക്കഴിഞ്ഞു. ഇനി എന്തിനാണ് കലഹം? നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ചെറിയ ചെറിയ കലഹങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ നേടാനുള്ളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ എന്താണ് നടപ്പാക്കാനുള്ളതെന്ന് ഉദ്ദേശിക്കുന്നു. അവിടെ അത്രയ്ക്കും പ്രധാനപ്പെട്ട ആളുകളെ, 8000 അതിഥികളെ കൊണ്ടുവരുമ്പോൾ ആ 8000 അതിഥികൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്താണ് എന്നതും ആശങ്കപ്പെടുത്താണ്. വിവിധ മേഖലകളിൽ നിന്ന് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇടയുള്ള സിനിമാ മേഖലകളിൽ നിന്നടക്കമുള്ള പ്രമുഖർ അവിടേക്ക് എത്തുമ്പോൾ അവരെന്താണ് ഈ രാജ്യത്തെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നതും ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ്. അതിൽ കുറേ യുവതലമുറയുണ്ട്. നമുക്ക് പ്രതീക്ഷയുള്ള പല താരങ്ങളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഉള്ളിലെ ചിന്തകൾ ഏതു രൂപത്തിൽ പരുവപ്പെട്ടിരിക്കുന്നു, ഏതു രൂപത്തിൽ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ തുടക്കത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. Meet the editors.